ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ചാപ്റ്റർ 3 ഗാന്ധിജി കി നമക്കഥ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 വീഡിയോ ആയിട്ടുള്ള ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. ഉപ്പിന്റെ മുകളിൽ ഇങ്ങനെയൊരു അരും കൊള്ള നടത്തുന്ന ബ്രിട്ടീഷുകാരോട് ഗാന്ധിജിയും പിന്നെ ഈ രാജ്യത്തുള്ള ജനങ്ങളും ചേർന്ന് എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? നമുക്ക് വായിച്ചു നോക്കാം. गांधी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दंडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി സാലോം പെഹലെ വർഷങ്ങൾക്ക് മുൻപ് അപ്നെ കുച്ച് സാത്തിയോം അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കൾ സാത്തിയോം കെ സാത്ത് അവരുടെ കൂടെ അഹമ്മദാബാദ് സേ അഹമ്മദാബാദിൽ നിന്ന് പെദൽ പെദൽ എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് വണ്ടിയിലൊന്നും കേറിയിട്ടല്ല നടക്കുകയാണ്. ദാണ്ഡി നാമക്ക് സമുദ്ര കിനാരെ ദാണ്ഡി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. സമുദ്ര കിനാരെ കടൽ തീരം സമുദ്ര കിനാരെ. അപ്പൊ ദാണ്ഡി കടപ്പുറത്ത് ഒരു കടപ്പുറത്തിന്റെ പേരാണ്. നമ്മൾ കോഴിക്കോട് കടപ്പുറം വർക്കല കടൽ തീരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ദാണ്ഡി കടപ്പുറത്തുള്ള ഒരു ഗാവ് ചൽപടെ ഒരു ഗ്രാമത്തിലേക്കാണ് നടന്നു പോയത്, അവിടേക്കാണ് പോയത്. वे वहां जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അദ്ദേഹം നടന്നു പോയി എന്ന് പറഞ്ഞില്ലേ, എങ്ങോട്ടാണ് നടന്നു പോയത്? ദാണ്ഡി കടപ്പുറത്തേക്കാണ്. ഈ ദാണ്ഡി കടപ്പുറത്ത് എന്തിനാണ് പോകുന്നത്? വേ അവരെല്ലാവരും വഹാം ജാക്കർ അവിടെ പോയിട്ട് സമുദ്രക്കെ പാനീസേ സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം കൊണ്ട് പാനീസേ ഖുദ് നമക് ബനാക്കർ സ്വന്തമായി ഉപ്പുണ്ടാക്കി അംഗ്രേസോങ്ക കാലാ കാനൂൻ അംഗ്രേസോങ്ക ഇംഗ്ലീഷുകാരുടെ കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അപ്പൊ അവരുടെ കറുത്ത നീതി അവരുടെ ശരിയല്ലാത്ത നിയമങ്ങൾ തോടന ചാത്തേതേ അത് പൊട്ടിക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ തീരുമാനിച്ചു. ചാത്തേതേ. ഗാന്ധിജി 3 हफ्तों से भी अधिक पैदल चलते रहे. 3 हफ्तों 3 ആഴ്ചകള് സേ ബി അധിക് അതിനേക്കാളും കൂടുതൽ പെദൽ ചൽത്തേ രഹേ കാൽനടയായിട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ജുഡ്തേ ഗയേ. അപ്പൊ ഇവര് ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട് എന്ന് രാജ്യത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അറിഞ്ഞു. എന്നിട്ടോ ഉൻകെ സാത്ത് ഗാന്ധിജിയുടെ കൂടെ ദേശ് ഭർ സേ രാജ്യമാകെയുള്ള ആളുകൾ ലോഗ് ആക്കർ വന്ന് പലയിടങ്ങളിൽ നിന്നും വന്ന് ഗാന്ധിജിയുടെ കൂടെ ജുഡ്തേ ഗയേ അവരുടെ കൂടെ കൂടി. ഇവർ അഹമ്മദാബാദിൽ നിന്ന് നടന്ന് ദാണ്ഡി കടപ്പുറത്ത് എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ സ്ഥലത്ത് നിന്ന് നടന്ന് ഗാന്ധിജിയുടെ കൂടെ കൂടി. അങ്ങനെ അതൊരു വലിയ കൂട്ടമായി മാറി. इस तरह जब वे दांडी पहुंचे उनके साथ हजारों लोग थे. അപ്പോൾ ആദ്യം തുടങ്ങിയത് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ കുറച്ച് സാത്തിയും സുഹൃത്തുക്കളുമായിരുന്നു അല്ലേ? വഴിയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ കൂടിയപ്പോ ഇസ്തര ജബ് ദാണ്ഡി പൗഞ്ചേ ഇങ്ങനെ അവര് ദാണ്ഡി കടപ്പുറത്ത് എത്തിയപ്പോൾ ഉൻകെ സാത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഹസാരോൻ ലോഗ് ദേ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ജോ സമുദ്ര കെ പാനി മേ खुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. അപ്പൊ അവരും സമുദ്രക്കെ പാനിമേ ഖുലേ സമുദ്രത്തിലെ വെള്ളത്തിൽ ഉണ്ടായിരുന്ന നമക് ഉപ്പ് ബാഹർ ലാക്കർ ഇതിനെ പുറത്തു കൊണ്ടുവന്ന്
അംഗ്രേസോ കാ കാനൂൻ തോടനാ ചാഹത്തെ थे. ഇംഗ്ലീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ആ നിയമം ലംഘിക്കാൻ, അത് തകർക്കാൻ ആഗ്രഹിച്ചിരുന്നു. इससे भारत पर अंग्रेजों की പക്കഡ് ढीली पड़ती. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആളുകൾ ഒരുമിച്ച്, ജനങ്ങൾ ഒരുമിച്ചിറങ്ങി ഇംഗ്ലീഷുകാരുടെ നിയമത്തിനെതിരെ ഇങ്ങനെയൊരു സമരം, ഇങ്ങനെയൊരു ചെറിയ കാര്യം ചെയ്തപ്പോ തന്നെ, ഈ ഒരു കാരണം കൊണ്ട് ഇസ്സേ ഭാരത് പർ, ഇന്ത്യയുടെ മുകളിൽ, ഇന്ത്യയിൽ അംഗ്രേസോങ്കി, ഇംഗ്ലീഷുകാരുടെ പക്കഡ് ഢീലി പടുത്തി, അവരുടെ ആ ഒരു പിടി കുറച്ച് അഴയുകയായിരുന്നു. ഢീലി പടുന്ന എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ല, അത് വീക്കായി പോവുക, അങ്ങനെയായി മാറി. രാസ്തേമേ കൈ ഗാവ് പടേ. രാസ്തേമേ വഴിയിൽ വളരെയധികം ഗ്രാമങ്ങൾ പടേ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി ജഹാം ഭി രുക്തേ. ഗാന്ധിജിയും ഉൻകെ സാത്തി, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ജഹാം ഭി രുക്തേ, എവിടെയാണോ നിൽക്കുന്നത്, രുക്തേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നത്, നടന്ന് നടന്ന് രാത്രിയാവുമ്പോ അവര് കുറച്ച് സ്റ്റോപ്പ് ചെയ്യല്ലോ. ഗാവ് വാലെ ഉനെ പൂരെ മനസ്സെ ഖാന ഖിലാത്തെ. പൂർണ്ണ മനസ്സോടെ ഗാവ് വാലെ, ഗ്രാമത്തിലുള്ള ആളുകള് ഖാന ഖിലാത്തെ, ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते थे. तो वो सभी लोग, ആ ആളുകൾ എല്ലാവരും രാത്, രാത്രി, കിസി ഗാവ് മേ കാടത്തെ, ഏതെങ്കിലും ഒരു ഗ്രാമത്തില് ചിലവഴിക്കും. ഓർ, അതിനുശേഷം സുബ ഫിർ ചൽ പടുത്തെ, രാവിലെ ആവുമ്പോ വീണ്ടും യാത്ര തുടങ്ങും. അങ്ങനെയായിരുന്നു അവരുടെ യാത്ര. ഇത്രയും വായിച്ചതിലുള്ള പുതിയ വാക്കുകൾ നോക്കാം. സാത്തി, സഹപ്രവർത്തകർ, കൂട്ടുകാർ എന്നൊക്കെ അർത്ഥമാണ്. അഹമ്മദാബാദ്, അതൊരു സ്ഥലമാണ്. പെദൽ, നടന്ന്. കിനാര, തീരം, നമക് ഉപ്പാണ്. കാലാ കാനൂൻ, അന്യായ നിയമം. തോഡ്ന, ലംഘിക്കുക. ഹഫ്തോം, ആഴ്ചകൾ. ജുഡ്ത്തെ ഹുയെ, ചേർന്നുകൊണ്ടിരുന്നു. ഹസാരോ, ആയിരം, ആയിരക്കണക്കിന്. ഖുലേ, കലർന്ന. പക്കഡ്, പിടി. ഢീലി, ദുർബലമായി, ദുർബലമായ. രാസ്ത, വഴി. ഗാവ് വാലെ, ഗ്രാമവാസികൾ. പ്രേംസെ, സ്നേഹത്തോടെ. സുബ, രാവിലെ. ചൽ പടുത്തെ, യാത്ര തുടർന്നു. അങ്ങനെ അവര് നടന്ന് നടന്ന് ദാണ്ഡി കടപ്പുറത്ത് എത്തിയോ? എത്തിയിട്ട് അവരെന്തായിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. दांडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. അങ്ങനെ നടന്ന് നടന്ന് ദാണ്ഡി പहुंचते ही, ദാണ്ഡിയിൽ എത്തിയപ്പോൾ സഭീകോ, എല്ലാവർക്കും, സമുദ്രക്ക, സമുദ്രത്തിന്റെ, ആസ്മാൻ തക് ഫേല, ആകാശം വരെ പരന്ന് കിടക്കുന്ന, വിസ്താർദിക്ക, ആ ഒരു വിസ്താരം കാണാൻ പറ്റി. ലഹരെ ദിക്കി, തിരമാലകൾ കണ്ടു. ലഹരോമേ ചമക്ത സൂരജ് ദിക്ക, ആ തിരമാലകളിൽ തിളങ്ങുന്ന, ചമക്ത എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, സൂരജ് ദിക്ക, സൂര്യനെ കാണാൻ പറ്റി. കിനാരെ ഗഡ്ഡോ മേ നമക് സെ ഗാഡാ ഹുവാ പാനി ഓർ അപ്നെ ആപ് ബനാ നമക് ദിക്ക. കിനാരെ കെ ഗഡ്ഡോ മേ, തീരത്തുള്ള കുഴികളില്, മണ്ണിലുണ്ടായ ചെറിയ ചെറിയ കുഴികളില്, നമക് സെ ഗാഡാ ഹുവാ പാനി, നല്ല കഠിനമായ ഉപ്പുവെള്ളം നിറഞ്ഞിരിക്കുന്നതും. ഓർ അപ്നെ ആപ് ബനാ നമക് ദിക്ക, അതുപോലെ തന്നെ ആ കുഴികളിൽ വെള്ളം നിറഞ്ഞിട്ട് സൂര്യന്റെ ചൂടുകൊണ്ട് വെള്ളം ബാഷ്പമായി പോയിട്ട് അവിടെ ബാക്കിയായിട്ടുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ താനേ ഉണ്ടായി വന്നിരിക്കുന്ന ഉപ്പും അവർക്ക് കാണാൻ പറ്റി. उन सभी को गांधी जी ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. ഇപ്പൊ നമ്മുടെ ലേഖകൻ പറയുകയാണ്, ഗാന്ധിജി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന
എല്ലാവരെയും ഉൻ സഭീകോ ഗാന്ധിജീനെ യഹാം ലാക്കർ ഇവിടെ കൊണ്ടുവന്ന് പൂരേ ദേശ് മുഴുവൻ രാജ്യത്തിനെയും അംഗ്രേസോസേ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇംഗ്ലീഷുകാരിൽ നിന്ന് മുക്ത ഹോനേക്ക രാസ്ത ദിഖാദിയ എങ്ങനെ മുക്തമാക്കണം അല്ലെങ്കിൽ അവരോട് എങ്ങനെ സമരം ചെയ്യണം എന്ന രാസ്ത വഴി ദിഖാദിയ കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് ഓർ കഹാനിക്കാർ आनंद मूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया അതായത് ഈ ലേഖകൻ പറയാണ് ഹമാരെ ദോസ്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഓർ കഹാനിക്കാർ അദ്ദേഹത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ എഴുത്തുകാരനുമായിട്ടുള്ള ആനന്ദമൂർത്തി എന്ന ആള് കേത്തേതേ അത് പറയുമായിരുന്നു കി ജബ് ഗാന്ധിജീനെ ഗാന്ധിജി സമുദ്ര കിനാരെ സമുദ്രതീരത്തിൽ ഹാത്ത് മേ മുട്ടി ഭർ കൈ നിറയെ ഒരു മുട്ടി ഭർ നമക് ഉഠായ കയ്യിൽ എടുത്തു. ആ സമയത്ത് ഉനോനെ ദേശ് കെ ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ ആ സമയത്ത് അദ്ദേഹം ദേശ് കെ ആസാദ് ഹോനെ കാ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ദാണ്ഡി യാത്രയ്ക്ക് പോയ ആളുകള് അവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. അപ്പൊ ആ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താ, മഹാത്മാഗാന്ധി ഉപ്പെടുത്ത് പൊക്കിയ സമയത്ത് ഈ ഇന്ത്യയിലുള്ള ആളുകളെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും അതിനുള്ള വഴി തുറന്നു കൊടുക്കുകയുമാണ് ചെയ്തത്. 17 വർഷ ബാദ് 17 വർഷങ്ങൾക്ക് ശേഷം ദേശ് സച്ച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്താ ഹുവാ ആസാദ് ഹോ ഗയാ ഈ സംഭവം നടന്നതിന് 17 വർഷങ്ങൾക്ക് ശേഷം ദേശ് ഇന്ത്യ സച്ച്മുച്ച് സത്യമായിട്ടും ഉസ് രാസ്തേ പർ ആ ഒരു വഴിയിൽ തന്നെ ഗാന്ധിജി കാണിച്ചു കൊടുത്ത ആ രീതിയിൽ തന്നെ നടന്ന് എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല, അദ്ദേഹം കാണിച്ച രീതിയിൽ പ്രവർത്തിച്ച് ആസാദ് ഹോ ഗയാ സ്വാതന്ത്ര്യം ലഭിച്ചു, സ്വതന്ത്രരായി. ഇസ് കഹാനി മേ ഓർ ഭി കയി ഭീത്രി ഗുമാവ് ഹേ ഈ ഒരു കഥ ഇവിടെ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ കഥയിൽ ഇനിയും ഉള്ളില് പല 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 സംഭവങ്ങളും പല പല കാര്യങ്ങളും ഉണ്ട്. വാസ ഖുദ് കോജോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ നിന്നോ പത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നോ ഒക്കെ ഈ കാര്യങ്ങളെ പറ്റിയുള്ള മറ്റ് കഥകളും മറ്റ് കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. खुद यह गोजो की हम किन किन रास्तों से अंग्रेजों के चंगुल से छूटे दे അപ്പൊ നിങ്ങള് ഈ ഒരു ദാണ്ഡി യാത്ര ഒരു തുടക്കമാണ്. എന്നാൽ അത് മാത്രമല്ല, ബ്രിട്ടീഷുകാരടുത്തുനിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പല 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 സമര രീതികളിലും പല ആളുകളുടെ സാക്രിഫൈസിലും പല കാര്യങ്ങൾ നടന്നതിലൂടെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, അതൊക്കെ മനസ്സിലാക്കുക. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आजाद हो गया. इस रास्ते में हुई മുഖ്യ ഘടനായം ക്യാ ക്യാ ഹേ അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഈ വഴികളിൽ മുഖ്യമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു അവസാന പോർഷന്റെയും പുതിയ വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നോക്കാം. ദാണ്ഡി അതൊരു സ്ഥലമാണ്. സമുദ്രം, വിസ്താർ വിശാലത, ലഹരേൻ തിരമാലകൾ, ചമക്ത തിളങ്ങുന്ന, കിനാര തീരം, ഗഡ്ഡ കുഴി, ഘാഡ കട്ടിയായ, മുക്ത് മോചിതമായ, രാസ്ത വഴി, കഹാനികാർ കഥാകൃത്ത്, മുട്ടിഭർ ഒരു പിടി, ആസാദ് സ്വാതന്ത്ര്യം, ഭീത്രി ഉള്ളിലുള്ള, ഘുമാവ് വഴിത്തിരിവ്, ഖോജോ അന്വേഷിക്കുക, ചങ്കുൽ പിടി,
छूटे മോചിതരായി. നമുക്ക് ഇതിന്റെ എക്സസൈസും കൂടി ഒന്ന് നോക്കാം. ഇൻ ഘടനാओं को क्रम से लिखे. ഈ തന്നിരിക്കുന്നത് ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്ന ഓരോ വരികളാണ്. ഇത് കൃത്യമായിട്ട് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. അവരെല്ലാവരും രാത്രി ഒരു ഗ്രാമത്തിൽ തങ്ങിയിട്ട് പിന്നെയാണ് അവിടുന്ന് സഞ്ചരിക്കുന്നത്. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखाया. ഈ രീതിയിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ അദ്ദേഹം ഇംഗ്ലീഷുകാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു. യാത്രാ കെ ദൗരാൻ ഹസാരോ ലോഗ് ജുഡ്തേ ഗയേ. അപ്പൊ യാത്രയുടെ ഈ വഴിയിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോട് ചേർന്നു. ഗാന്ധിജി പെദൽ ദാണ്ഡി കെ സമുദ്ര കിനാരെ ചൽപടേ. ഗാന്ധിജി നടന്ന് ദാണ്ഡി സമുദ്ര കിനാരയിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. രാസ്തേമേ കൈ ഗാവ് പടേ. വഴിയിൽ കുറേ അധികം ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോടാ. സമുദ്രജലത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കി ഇംഗ്ലീഷുകാരുടെ നിയമം തകർത്തു. അപ്പൊ എന്താണ് ഇതിന്റെ ഓർഡർ? ആദ്യം ഗാന്ധിജി പെദൽ ദാണ്ഡി കെ സമുദ്ര കെ കിനാരെ ചൽപടേ. ഇതാണ് ഒന്നാമത്തേത് അല്ലേ? അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് യാത്രാ കെ ദൗരാൻ ഹസാരോ ലോഗ് ജുഡ്തേ ഗയേ. 2. ഇനി അതിനുശേഷമാണ് രാസ്തേമേ കൈ ഗാവ് പടേ. 3. वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. ഇതാണ് നാലാമത്തത്. അതിനുശേഷം സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോടാ. അഞ്ചാമത്തെ പോയിന്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ്. ഇതേപോലെ ഗാന്ധിജി അവർക്കൊരു സമരമാർഗം കാണിച്ചു കൊടുത്തു അല്ലെ? അതാണ് ലാസ്റ്റ് പോയിന്റ്. गांधी जी अहमदाबाद से पैदल चलकर डांडी पहुंचे. खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करें. हाँ, ഈ കാര്യങ്ങളൊക്കെ അന്ന് അവിടെ സംഭവിച്ചത് ഒരു ന്യൂസ് പേപ്പറിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? അപ്പൊ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടി ഈ കാര്യങ്ങള് ഒരു റിപ്പോർട്ട് പോലെ നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കുക. എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു ഘടന? എന്താണ് ക്യാ, അവിടെ അവര് പോയിട്ട് എന്താണ് ചെയ്തത്? കബ്, എപ്പോഴാണ്? കഹാം, എവിടെയാണ് പോയത്? ക്യോം, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? കേസേ, എങ്ങനെ, എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ നടത്തിയത്? അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാലോ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുക. ന്യൂസ് പേപ്പറിൽ ആദ്യം ഒരു ഹെഡിങ് വേണം അല്ലെ? അപ്പോ ഒരു റിപ്പോർട്ടിന് ഒരു ഹെഡിങ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഹെഡിങ്? गांधी ने दांडी में नमक बनाकर तोड़ा अंग्रेजों का काला कानून. ഗാന്ധിജി ദാണ്ഡിയിൽ ഉപ്പുണ്ടാക്കി തോട, പൊട്ടിച്ചു അല്ലെങ്കിൽ തകർത്തു, അംഗ്രേസോങ്ക, ഇംഗ്ലീഷുകാരുടെ, കാല കാനൂൻ, അവരുടെ തെറ്റായ നിയമങ്ങളെയൊക്കെ തകർത്തു. ഇനി ദാണ്ഡി സ്ഥലം ആവശ്യമാണല്ലേ? ദാണ്ഡിയിലാണ് ഇത് നടന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതേ കാര്യം ഞാൻ മലയാളത്തിലും കൂടി എഴുതിയിരിക്കുകയാണ്. राष्ट्रपिता महात्मा गांधी ने आज सुबह दांडी के समुद्र तट पर नमक बनाकर ब्रिटिश सरकार के नमक कानून को सफलतापूर्वक तोड़ दिया. अहमदाबाद के सबरमती आश्रम से शुरू हुई यह ऐतिहासिक पैदल यात्रा आज अपने अंतिम पड़ाव पर पहुंचकर एक देशव्यापी जन आंदोलन में ബദൽ ഗയി ഹേ. ഇത്രയും വലിയ വലിയ സെന്റൻസ് ഒന്നും എഴുതണ്ട. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് മലയാളത്തിൽ എഴുതിയിട്ട് അതിനെ ഹിന്ദിയിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ശീർഷക് ലിഖാ ഹേ, ഇതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എഴുതിയതിൽ ഹെഡിങ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യുക. സ്ഥാൻ ലിഖാ ഹേ, ഇത് എവിടെയാ നടക്കുന്നത് എന്നൊരു സ്ഥലം എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. ഘടന കാ വിവരൺ ഹേ,
കൃത്യമായി എന്തൊക്കെയാണ് ആ ഒരു ഘടന, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. വസ്തുനിഷ്ഠത ഹേ, കൃത്യമായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ദൃഷ്ടികോൺ ഹേ, ദൃഷ്ടികോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു വരി എഴുതണം. അപ്പൊ ഇവിടെ അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും എഴുതാം, നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഇതിനടിയിൽ എഴുതാം. प्रोफाइल तैयार करे और प्रदर्शनी स्वतंत्रता सेनानियों के परिश्रम की देन है. आजादी, स्वतंत्रता सेनानियों का प्रोफाइल तैयार करे और एल्बम, ഡിജിറ്റൽ ആൽബം ബനായേ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അയാളുടെ പേരും അയാളുടെ ഡീറ്റെയിൽസും, അവര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എവിടുന്നാണ് വരുന്നത്, അവരുടെ മെയിൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവർ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഓരോരുത്തരെ പറ്റിയും എഴുതി ഒരു ആൽബം ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഇതുപോലെ, ഇതിപ്പം മുഴുവൻ ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടില്ല, കുറെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് അവരുടെ പേരുകളും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ എഴുതി ആൽബം തയ്യാറാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം സ്വതന്ത്രത സംഗ്രാം സേ സംബന്ധിത് जानकारियों को इकट्ठा करे और प्रदर्शनी चलाइए. ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള തലമുറയിലെ ആളുകൾക്ക് മനസ്സിലാവാനും അവർക്ക് അറിയാനും വേണ്ടി ഒരു എക്സിബിഷനും സ്വന്തമായിട്ട് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ചേർന്ന് ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ കഥ എഴുതിയത് ആരായിരുന്നു? ഉദയൻ വാജ്പേയി ആണല്ലേ. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.